ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്യൂബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്രോക്കാട്ടോ. നല്ല അടിപൊളിയായി വന്നിട്ടുള്ള ഈ ഒരു ഫ്രോക്കാണ്. കണ്ടില്ല, ഇതിൻ്റെ ഉൾവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, അതിൻ്റെ തയ്യൽ തുമ്പൊന്നും പുറത്തേ കാണത്തില്ല. ആ രീതിയിലാണ് നമ്മളിന്ന് ഫ്രോക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് ഇടാൻ നല്ല കംഫർട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്നാപ്പ് ബട്ടൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇടാനും ഊരാനും എളുപ്പമായിരിക്കും. അപ്പോൾ സ്നാപ്പ് ബട്ടൺ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെയുള്ള പഞ്ചറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബോഡി പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ തുണി നമുക്ക് ആദ്യം ഒന്ന് രണ്ടാക്കി മടക്കി വെച്ചെടുക്കണം. ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് മടക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഞാൻ 21 ഇഞ്ചിൽ സൈസ് വരുന്ന ഒരു ഫ്രോക്കാണ് ചെയ്യുന്നത്. ചെസ്റ്റ് മെഷർമെൻറ്റ് 21 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ട മെഷർമെൻറ്റാണ് കറക്റ്റായിട്ട് കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 4.2 ഇഞ്ചിലാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.2 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ഇഞ്ച് മൈനസ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റാണ് നെക്കിന് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ നമ്മൾ സെയിം അളവ് തന്നെയാണ് കൊടുക്കുന്നത്. 4.2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആം ഹോളിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ആണ്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ചെസ്റ്റ് മെഷർമെൻറ്റ് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് മെഷർമെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5.2 ഇഞ്ച്, അതായത് 21 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 5.2 ഇഞ്ചാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യൽ തുമ്പും കൂടെ വേണം. അപ്പോൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് നമുക്കിവിടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള മെഷർമെൻറ്റുകളെല്ലാം ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ആമോളിൻ്റെ കർവ് വരച്ചു കൊടുക്കണം. അത് നമുക്കിതുപോലെ ഇവിടെ കർവായിട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ബോഡി പാർട്ടിന് വേണ്ട ലെങ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അതിവിടെ കറക്റ്റായിട്ടുണ്ട്. ഇത് 7 ഇഞ്ചാണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. പക്ഷേ അതിലേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി കൂട്ടിയിട്ടാണ് നമ്മൾ 8 ഇഞ്ച് എടുക്കുന്നത്. ഇനി ഈ ഭാഗത്ത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇവിടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വേറെ സെപ്പറേറ്റ് മാർക്ക് ചെയ്യുന്നില്ല. ചെസ്റ്റിൻ്റെ അതേ മെഷർമെൻറ്റാണ് കൊടുക്കുന്നത്. ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെയുള്ള ഒരു പീസ് തുണി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ സൈഡ് നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്കൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രോക്കിൻ്റെ ബാക്കിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ബട്ടൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്, പ്രസ് ബട്ടൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ 1/2 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലൈനിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പീസിന് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അമോളിൻ്റെ ഭാഗം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാക്ക് പീസിൻ്റെ മാർക്കിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 പീസസ് ആയിട്ടാണ് നമുക്ക് ബാക്ക് പീസ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസിനേക്കാളും 1/2 ഇഞ്ച് കൂടുതലായിട്ടാണ് ബാക്ക് പീസ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ബാക്ക് പീസും ഫ്രണ്ട് പീസും വെച്ചിട്ട് തന്നെ ഞാനിവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിനെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ 1/2 ഇഞ്ച് നമുക്കിവിടെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നെക്കിന് വിടുത്തായിട്ട് 2.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ട് 2.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം 1 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ബോക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ റൗണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് ബാക്ക് പീസിൻ്റെ നെക്ക് വരുന്നത്. അപ്പോൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ബാക്ക് പീസിൻ്റെ മെയിൻ പീസും അതുപോലെ ലൈനിങ്ങും എല്ലാം ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മെയിൻ പീസുകളാണ്, ഇത് അതിലേക്ക് വരുന്ന ലൈനിങ്ങുകളാണ്. നമ്മുടെ ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പീസിൽ നെക്ക് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ നേരത്തെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അതിന് വെച്ചിട്ട് തന്നെ നമ്മളിവിടെ ലൈനിങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ നെക്ക് വിടുത്തായിട്ട് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ നെക്കിന് ഇറക്കം കൊടുക്കുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്യാം. ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ വെച്ചുകൊടുക്കാം. അപ്പോൾ നല്ല വശം ബാക്ക് പീസിൻ്റെ നല്ല വശം താഴേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഷോൾഡറുകൾ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെയും നമുക്ക് സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം. നമ്മളിവിടെ ഷോൾഡർ മാത്രമാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. ഒരു സ്ലീവ് ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ നീളത്തിലുള്ള ഒരു പീസ് എടുക്കാം. അതിനെ രണ്ടാക്കി മടക്കി വെച്ചിട്ട് ഇത് വീണ്ടും അതിനെ ഒന്നും കൂടി മടക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കി വന്നിട്ടുള്ള തുണി വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല തുണി തന്നെ എടുക്കാം. എന്നിട്ട് മുകളിൽ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെരിച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ സ്ലീവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഒരു ലോങ് പീസ് എടുത്തിട്ട് അതിനെ ആദ്യം വീതിക്ക് രണ്ടാക്കി മടക്കി എന്നിട്ട് അതിനെ ലെങ്ത് വൈസ് ഒന്നും കൂടി മടക്കി കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ് വരുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് ആദ്യം ഒന്ന് ലോങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് വലിയ സ്റ്റിച്ചിലാണ് നമ്മളത് ചെയ്തെടുക്കേണ്ടത്. വലിയ സ്റ്റിച്ചിൽ നമ്മൾ ഈ ഒരു പീസ് ചെയ്തെടുത്തതിന് ശേഷം അതിനെ ഇതുപോലെ നൂല് വെച്ചിട്ട് ഈ നൂലുണ്ടല്ലോ, ഈ നൂല് കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഞൊറിവായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല നീളത്തിലുള്ള ലോങ് സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ലോങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ 2 സൈഡിൽ നിന്ന് നൂല് ഇതുപോലെ വലിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ലീവ് റെഡിയാക്കി എടുക്കാം. അത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ 1 ലാക്ക് സബ്സ്ക്രിപ്ഷനിലേക്ക് എത്തിക്കുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മൾ നൂല് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്തിലേക്കാണ് വേണ്ടത് അല്ലെങ്കിൽ എത്ര ചുളിവിലേക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് നമുക്ക് 2 സൈഡിൽ നിന്ന് നൂല് വലിച്ചിട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പീസിന് കറക്റ്റായിട്ട് വെച്ചിട്ട് അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാർക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആമോളിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് 2 ഇഞ്ചിൽ നമുക്ക് ആദ്യം ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് എളുപ്പത്തിൽ നമുക്കിത് ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് 2 ഇഞ്ച് എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ 2 ഇഞ്ച് കറക്റ്റ് ഈ ഒരു ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഈ സ്ലീവ് ആ ഒരു പോയിന്റിൽ നിന്ന് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് മറ്റേ പോയിന്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിനനുസരിച്ചിട്ട് നമ്മുടെ ചുളിവിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ലൈനിങ് നമ്മൾ നേരത്തെ ഷോൾഡർ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ആദ്യം നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ ആമോളിൻ്റെ ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഞാനിവിടുത്തെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് മറിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നെക്കിൻ്റെ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ആമോളിൻ്റെ ഭാഗങ്ങളിലും കട്ട് ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മൾ മറിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു പീസ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് മറിച്ചെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൂചി വെച്ചിട്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൂചി നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചെടുക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ തയ്യൽ തുമ്പെല്ലാം ഉൾവശത്തേക്ക് മറിഞ്ഞു പോകും. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു സൈഡ് ഞാൻ ചെയ്തിട്ടുണ്ട്, മറ്റേ സൈഡ് ഒന്നും കൂടി കാണിക്കുകയാണ്. ആദ്യം സൂചി വെച്ചിട്ട് മുട്ടുസൂചി വെച്ചിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ആ മുട്ടുസൂചി ഇതുപോലെ ഷോൾഡറിൻ്റെ ഉള്ളിലൂടെ നമ്മൾ മറ്റേ സൈഡിലേക്ക് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തുണി വലിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് അയൺ ചെയ്തിട്ട് ഞാനിതൊന്ന് കാണിക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാനിവിടെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉൾവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ തയ്യൽ തുമ്പും ഉൾവശത്തേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ഫ്രോക്കിൻ്റെ ബാക്കിൽ കെട്ട് വെച്ചെടുക്കാനുള്ള 2 കെട്ടും കൂടി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ ഇത് ജോയിൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ ബോഡി പാർട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ ആമോളിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചെടുക്കുക. എന്നിട്ട് ലൈനിങ് പീസിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് 2 ഭാഗത്തെ ലൈനിങ് കൂടി ഒരുമിച്ച് പിടിച്ചെടുക്കുക. ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതാ ഇവിടെ 1 ഇഞ്ചിൽ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ 1 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാക്ക് പീൽ വെക്കാനുള്ള കെട്ട് അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് താഴെ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടല്ലോ, ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മറിച്ചെടുക്കണം. അപ്പോൾ മറിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ആമോളിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു പീസിനെ കറക്റ്റായിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മളിത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ, നമ്മളിത് കറക്റ്റായിട്ട് നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ചെയ്തെടുക്കണം. അപ്പോൾ അത് 2 ഭാഗവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ബാക്കിൽ നമുക്ക് ബട്ടൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു പീസിനെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴെ നിന്ന് ഒരു 1/2 ഇഞ്ചിൽ നമുക്കിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ചിൽ നമുക്കിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത്രയും ഭാഗം നമുക്ക് ഓപ്പൺ ആക്കി വിടാം.
ഓക്കെ, ഇനി നമുക്ക് താഴെ ഭാഗത്തേക്കുള്ള ബോട്ടം പീസ് നോക്കാം. അപ്പോൾ അതിൻ്റെ നീളം എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ വീതി വരുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ 16 ഇഞ്ച് വരുന്നത് നമ്മളിത് രണ്ടാക്കിയിട്ടാണ് മടക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ടാണ് 16 ഇഞ്ച് വരുന്നത്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇത്ര നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പീസ് മാത്രമാണ്. ഒരു പീസ് ഇതേ അളവിൽ വരുന്ന മറ്റൊരു പീസും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പീസുകൾ ആദ്യം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് രണ്ടിൻ്റെയും സൈഡ് വശം ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴെ വശം ഇതുപോലെ 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് പിന്നെ ഒരു 1.5 ഇഞ്ചിലേക്ക് മടക്കിയിട്ട് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ. ഇനി മുകൾ വശം ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലോങ് സ്റ്റിച്ചിൽ ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നൂല് ഇതുപോലെ വെച്ച് വലിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞൊറിവിട്ടിട്ട് ചെയ്തെടുത്താലും മതി. പക്ഷേ ഇതൊന്നും കൂടി എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് നമുക്കിതൊന്ന് കറക്റ്റ് ചുളിവുകൾ ഇട്ടിട്ട് ഒന്ന് വലിച്ചെടുക്കാം. 2 സൈഡിൽ നിന്നും ഒരേപോലെ തന്നെ വലിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബോഡി പാർട്ട് വെച്ച് നോക്കാം. ബോഡി പാർട്ടിനോട് വേസ്റ്റിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മളിത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് ഏകദേശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ജോയിൻ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ മുകളിലേക്ക് വരുന്ന രീതിയിൽ ആദ്യം ഒന്ന് മറിച്ചെടുക്കുക. എന്നിട്ട് 2 പീസും ഒരുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ബോട്ടം പീസാണ് വെച്ചിട്ടുള്ളത്. ഇനി ബോഡി പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബോട്ടം പീസ് കറക്റ്റായിട്ട് ഇതുപോലെ ബോഡി പീസിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് മറിച്ചെടുക്കണം. ഇതുപോലെ അങ്ങ് മറിച്ചെടുക്കുക. എന്നിട്ട് ബോഡി പാർട്ടിൻ്റെ നമ്മൾ ജോയിൻ ചെയ്ത ആ വശവും അതുപോലെ തന്നെ ബോട്ടം പീസിൻ്റെ നമ്മുടെ ആ ജോയിനിങ് വരുന്ന ആ ഒരു ഭാഗവും ഒരുമിച്ച് കറക്റ്റായിട്ട് 2 സൈഡിലും പിടിക്കണം. ഇതിപ്പോൾ ഒരു സൈഡിലാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ 2 സൈഡിലെയും ജോയിനിങ് വരുന്ന ഭാഗങ്ങൾ കറക്റ്റായിട്ട് ഒരുമിച്ച് പിടിക്കുക. കണ്ടല്ലോ, ഇവിടെ നമ്മൾ ബോട്ടം പീസിൻ്റെ ജോയിനിങ് വരുന്നുണ്ട്. അതും ബോഡി പാർട്ടിൻ്റെ ജോയിനിങ് കൂടി കറക്റ്റായിട്ട് പിടിക്കുക. എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് ഒരേപോലെ തന്നെ നമ്മൾ ഞൊറിവ് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ഫുൾ റൗണ്ടിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഞൊറിവുകൾ ഈക്വലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഞാനിവിടെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഞൊറിവ് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ലൈനിങ് വെച്ചെടുക്കാം. അപ്പോൾ ലൈനിങ് വെച്ചിട്ടും ചെയ്യാം, ഇല്ലാതെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ലൈനിങ് ഓൾറെഡി ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ താഴെ വശം മടക്കി തയ്ച്ചിട്ടുണ്ട്. മുകൾ വശത്തും ഇതുപോലെ ലോങ് സ്റ്റിച്ച് ഇട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത്ത് ഞാൻ കാണിക്കുക എത്രയാണ് എടുത്തിട്ടുള്ളത്. 9 ഇഞ്ചാണ്. ഒരു 10 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ വീതിയും നിങ്ങൾക്ക് അതിൽ തുണിക്കനുസരിച്ചിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ തുണി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈനിങ് പീസിനെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിത് വെച്ചുകൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ ഞെറിവുകളൊക്കെ ഈക്വലായിട്ട് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫ്രോക്ക് വരുന്നത്. നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നാൽ ഇതുപോലെ ഇരിക്കും. നമുക്കിനിവിടെ ബട്ടണും കൂടി ചെയ്യാനുണ്ട്. ഇനി ഇതിൻ്റെ ഉൾവശം നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉൾവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ തയ്യൽ തുമ്പുകളെല്ലാം എല്ലാ ഉൾവശത്തേക്കായിട്ടാണ് പോയിട്ടുള്ളത്. ഒന്നും പുറത്തേക്ക് കാണുന്നില്ല. ഓക്കെ, നമുക്കിതിൽ നമ്മുടെ ബട്ടണും കൂടി ചെയ്തിട്ട് ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആ ബട്ടൺ ചെയ്തിട്ടുള്ള ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള നല്ല റീസണബിൾ റേറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്